വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ പാനിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഇതുപോലെ നിരത്തി ഇട്ട് കൊടുക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് അനക്കാതെ കുറച്ച് നേരം വയ്ക്കുക. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇതുപോലെ അലിഞ്ഞു വരും. ആ ഒരു സമയത്ത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വേണം ഇത് കാരമൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ പലഹാരം മുഴുവൻ ആ ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും. ഈ ഒരു കളറാകുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഒന്ന് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കുക. ചെറിയ ചെറിയ കട്ടകൾ കെട്ടിയ പോലെയൊക്കെ തോന്നും. കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് അത് അലിഞ്ഞ് വന്നോളും. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി ഏത് പാത്രത്തിലാണോ പലഹാരം സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു പാത്രത്തിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാരമൽ സിറപ്പ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിക്ക് ഇതുപോലെ ഒന്ന് ചുഴറ്റിയെടുത്ത് കൊടുക്കാം. ഇതവിടെ മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പാലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു പാല് ഞാൻ ഇളം ചൂടായിട്ടുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു ചേരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇളം ചൂടായിട്ടുള്ള പാലായതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ മിക്സായിട്ട് വന്നോളും. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 2 മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് ചെറിയ മുട്ടയൊക്കെ ആണെങ്കിൽ നിങ്ങൾ 3 മുട്ട ഉപയോഗിച്ചോളൂ, അല്ലെങ്കിൽ 2 മുട്ട എടുത്താൽ മതിയാകും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഒരുപാടിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു മുട്ടയും പാലും ഒന്ന് യോജിച്ച് വന്നാൽ മാത്രം മതി. ഒരുപാട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പലഹാരം ആയി വരുമ്പോൾ അതിൻ്റെ ആ ഒരു ടെക്സ്ചറിലൊക്കെ മാറ്റം വരും. ഇതൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ അരിച്ചൊഴിച്ച് കൊടുക്കുക. മുട്ട നമ്മൾ ഒരുപാട് മിക്സ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇതുപോലെ ചെറിയ ചെറിയ കട്ടകളൊക്കെ കാണും. അതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതുപോലെ ഒരു അലുമിനിയം ഫോയിലോ അല്ലാന്നുണ്ടെങ്കിൽ മൂടിയോ ഉപയോഗിച്ച് ഒന്ന് കവർ ചെയ്തതിന് ശേഷം ഇത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് 25 മുതൽ 35 മിനിറ്റ് നേരത്തിനുള്ളിലാണ് ഇതായി കിട്ടുക. എൻ്റെ ഇതിപ്പോൾ ഏകദേശം 30 മിനിറ്റ് ആയിട്ടുണ്ട്. ആ ഒരു സമയമാകുമ്പോഴാണ് ഇത് റെഡി ആയിട്ട് വന്നിരിക്കുന്നത്. ഇതുപോലെ ടൂത്ത് പിക്കോ സ്ക്യൂറോ ഉപയോഗിച്ച് കുത്തി നോക്കുക. നീറ്റായിട്ട് വരുന്നവരെ വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പുറമേ വെച്ച് ചൂടൊക്കെ ഒന്ന് ആറി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഫ്രിഡ്ജിൽ വെച്ച് 2 മണിക്കൂർ നേരത്തേക്ക് നല്ല പോലെ തന്നെ ഒന്ന് തണുപ്പിച്ചിട്ട് വേണം ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഫ്രീസറിൽ വെക്കേണ്ട, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അതിനുശേഷം ഇതുപോലെ പാത്രത്തിൻ്റെ അരികുകളൊക്കെ ഒന്ന് വിടിയിച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ കാരമൽ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്ത റെസിപ്പി തന്നെയായിരിക്കും. എങ്കിൽ കൂടി ആർക്കെങ്കിലൊക്കെ ട്രൈ ചെയ്തിട്ട് ഫ്ലോപ്പായി പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ശരിക്കും വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന നല്ലൊരു പുഡിംഗാണ്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരേപോലെ ഇഷ്ടാവും. എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്.